പണിയൊന്നുമില്ല. ആ ബാബുവിനൊന്ന് പിടിച്ചു വെക്കല. അവന്റെ അടുത്ത് എന്തെങ്കിലും ഒരു പണി ഉണ്ടാവും. ഹലോ ബാബു, എന്തെങ്കിലും ഒരു പണി ഉണ്ടടാ? പണിയൊന്നുമില്ല. പണി ഉണ്ടായിട്ട് കുറെ ആയി. അപ്പൊ എന്തിനാ അടുത്ത് എന്തെങ്കിലും പണി ഉണ്ടാ? എന്നാ ആയിക്കോട്ടെ, ഞാൻ വരാം. എന്നാലും ശരി, ഓക്കെ. ബാബു, ഞാന് പറഞ്ഞ കാര്യം പണിയൊക്കെ ഉണ്ട് അലിക്കാക്ക. ഇവിടെ വാച്ച്മാൻ ആയി നിക്കാനുള്ളതാണ്. നിങ്ങൾക്ക് പറ്റുമോ? ഇപ്പൊ ഇവിടെ എന്തോ നിങ്ങൾക്ക് ഈ കടയിലേക്ക് വരുന്ന വണ്ടിയല്ലാതെ അന്യ വാഹനങ്ങൾ ഇവിടെ നിർത്താൻ അയക്കാൻ പാടില്ല. ആയിക്കോട്ടെ. അപ്പൊ പണിയും കാര്യം കുഴപ്പമില്ല. അപ്പൊ യൂണിഫോം കാര്യങ്ങളൊക്കെ എങ്ങനെ? 2 ദിവസം ഇവിടെ നിന്ന് നോക്കി, എന്നിട്ട് യൂണിഫോം ഒക്കെ നോക്കാം നമുക്ക്. ആയിക്കോട്ടെ, കുഴപ്പമില്ല. അപ്പൊ നാളെ വെച്ച് തുടങ്ങാം. അപ്പൊ നാളെ വരണ്ടി. നാളെ വരാം. ശരി. എന്നാൽ നിങ്ങളേണ്ടാ? ഞാൻ പള്ളിയൊക്കെ ഈ കടന്റെ പാർക്കിംഗ് ആണ്. അപ്പൊ ഇതിലൂടെ പാർക്ക് ചെയ്യാൻ പാടില്ല. അന്യവാഹനങ്ങളൂടെ പാർക്ക് ചെയ്യാൻ പാടില്ല. അന്യവാഹനം? അതെ. അത് ശരി. അന്യവാഹനത്തിന്റെ കാര്യം നമുക്ക് തീരുമാനമാക്കാം. നിങ്ങളൊരു കാര്യം ചെയ്യും, നിങ്ങള് ഇതാണ് ഇതിന്റെ RC. ഇതിന്റെ പേരൊന്ന് വായിച്ചു നോക്കാം. അബ്ദുൾ റഷീദ്. ഇനിയിപ്പോ നിങ്ങൾക്ക് അതിന് ഉറപ്പുമാണെങ്കിൽ ഇതിന്റെ ലൈസൻസ് ഇതുണ്ട്, എന്റെ ഫോട്ടോ കണ്ടില്ലേ? അബ്ദുൾ റഷീദ്. അപ്പൊ എന്തായി? ഈ വണ്ടിന്റെ നമ്പർ കണ്ടില്ലേ? അപ്പൊ ഇത് അന്യവാഹനല്ല, ഇതിന്റെ സ്വന്തം വാഹനം. അപ്പൊ സ്വന്തം വാഹനം നമുക്ക് കൊണ്ടെടുക്കാലോ കേട്ടാ. അന്യവാഹനം നിർത്താൻ പാടില്ല എന്നല്ലേ ഉള്ളൂ നിങ്ങളെ ഇതില്. അപ്പൊ ഇത് ഇവിടെ നിന്നോട്ടെ, ഞാൻ പള്ളിയിൽ പോയി തരാം. അയാളത് പറഞ്ഞത് ശരിയാണ്. തിമ്മൽ എന്ത് അലമ്പാണ് ഉണ്ടാവുന്നത് അറിയും. അയാള് എന്താ പാട്? കുഴപ്പമില്ല. വണ്ടികളൊക്കെ കുറേശ്ശേ ഉള്ളൂ. വണ്ടികൾ കുറേശ്ശേ വരുന്നുള്ളൂ. അതൊക്കെ ഞാൻ നിയന്ത്രിച്ച് കൈകാര്യം ചെയ്യുന്നുണ്ട്. ഇതാരുടെ വണ്ടി? ഇതൊരു കാക്കപ്പെടെ നിർത്തിയാണ് പള്ളിക്ക് പോയതാണ്. ഞാൻ അങ്ങോട്ട് പറഞ്ഞത് അന്യവാഹനങ്ങൾ ഇവിടെ നിർത്തുന്നത്. ഇത് അന്യവാഹനല്ല. ഇതിന്റെ രേഖകളൊക്കെ അയാൾ എനിക്ക് കാണിച്ചെന്ന്. അയാൾ പെർമിറ്റും RC എനിക്ക് കാണിച്ചെന്ന്. കുഴപ്പമൊന്നുമില്ല. ഇത് അയാളെ വണ്ടി തന്നെയാണ്. അയാൾ ഇവിടെ പോയി? അയാൾ പള്ളിയിൽ പോയതാണ്. അപ്പൊ ഞാൻ ഈ അന്യവാഹനം നിർത്താൻ പറഞ്ഞത് നിങ്ങളോട് പറഞ്ഞതല്ലേ ഇവിടെ നിർത്തുന്നുള്ളത്? അപ്പൊ നിങ്ങളെ കൊണ്ട് ഈ പണി പറ്റൂല. അതിപ്പോ അയാൾ പറഞ്ഞത് ശരിയാണോ? എന്താ ഇത് കഥ? പഠിച്ചോനെ, ഈ ഉള്ള പണിയും പോയാ